ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂരം കേട്ടോ. കോശിയങ്കട്ട ഭഗവതി ക്ഷേത്രം കേട്ടോ. അപ്പം നമ്മളെ കുന്നത്ത് മിറാക്കിൾസിൻ്റെ വക ആനപ്പൂരം ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഏട്ടൻ്റെ അവിടെ നിന്നുള്ള കരിങ്കാളി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന സൂപ്പർ ബിരിയാണി കേട്ടോ. അപ്പം നമുക്ക് തിരക്ക് കാരണം ബിരിയാണിയുടെ വീഡിയോ നിർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അനിയത്തിമാരും ചേച്ചിയുടെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വത്തും പൊന്നും എല്ലാവരും കൂടി നമ്മൾ അവരെയും കൂട്ടി പൂരപ്പറമ്പിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ പൂരപ്പറമ്പിലെത്തി ഇത്തിരി നേരത്തെ ആയിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഓരോ കടലൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ നേരെ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ബട്ടർ സ്കോച്ചും ടെൻഡർ കോക്കനറ്റും ആയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ സ്ട്രോബെറി ബാറും ഗ്രീൻ ആപ്പിൾ ബാറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പൂരപ്പറമ്പിൽ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും ഓരോ വരവുകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്പൂൻ്റെ കാലിൻ്റെ മുകളിൽ കുഞ്ഞൊരു മുറിയായപ്പോൾ അത് അച്ചു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാൻഡേജ് വെച്ചിട്ട് പിന്നെ നമ്മുടെ കരിങ്കാളിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നിൽക്കുമ്പോഴത്തേനും മിറാക്കിൾസിൻ്റെ വരവ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മേളവും അതുപോലെ തന്നെ ആനയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആനനെ നമ്മൾ എപ്പോൾ കണ്ടാലും നമ്മൾ അതിശയത്തോടെ നോക്കിയിട്ടുള്ള ഒരു സംഭവം ആനയാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നത് കുറേ നേരം കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്പലപ്പടിക്കാരുടെ കാളി അതുപോലെ തന്നെ അവർ മേളയായിരുന്നു കേട്ടോ. അതുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ അമ്പുട്ടിയാണെങ്കിൽ കാളിയുടെ മുകളിൽ കയറി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ കത്തിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടീമിൻ്റെ വേറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് നാട്ടുകൂട്ടത്തിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുത്തിയമ്മ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂരത്തിൻ്റെ ഒരു വിശേഷങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.